നമ്മുടെ 4.5 കിലോ സാധനം അൺബോക്സ് ചെയ്യാട്ടാ. ഇതാ മുതല് മക്കളെ, ഇതാ മുതല്. ഇത് നമ്മുടെ രണ്ടാമത്തെ സാധനം കേട്ടാ. ഇത് നോക്കിയാൽ വില നോക്കിയേ, 499 രൂപ. 5500 രൂപ മുതലായിരിക്കുന്നത്. കുറേ പേരെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര തെറ്റാണ് മക്കളെ. ഇത്രയും വിവരം ഇല്ലാത്തവരാണ് ഈ സമൂഹത്തിൽ നിന്ന്. നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീന് ഭക്ഷണം കഴിക്കാൻ മടിയുള്ളവരും അല്ലെങ്കിൽ കറക്റ്റ് നമ്മുടെ ശരീരത്തിൽ കൺസ്യൂം ചെയ്യാൻ പറ്റാത്തവരും എൻ്റെ പൗഡർ ആക്കിയിട്ട് പൈസൻ്റെ കുഴപ്പമില്ല, പൈസ കൊടുത്തിട്ട് പ്രോട്ടീൻ മേടിച്ച് കഴിക്കുന്നു. അതായത് പൈസ കൊടുത്തിട്ട് ഭക്ഷണത്തിൽ കിട്ടുന്ന സെയിം സാധനം പൊടി രൂപത്തിൽ മേടിച്ച് കഴിക്കുന്നു. അത്രയേ ഉള്ളൂ. ഇതും വെച്ചിട്ട് ഒരു ഹെൽത്ത് ഇഷ്യൂസോ ഒന്നും വരത്തില്ല. ഇങ്ങനത്തെ വലിയ വേ പ്രോട്ടീനോ അല്ലെങ്കിൽ മാസ് ഗെയിനോ മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ആവേണ്ട ആവശ്യമില്ല. പ്രോട്ടീൻ ഷെയ്ക്ക് ഉണ്ടാക്കുന്നത്, അതായത് വീട്ടിൽ നട്ട്സും ബനാനയും ഓട്സൊക്കെ ഇട്ടിട്ട് നമ്മളൊരു ഷെയ്ക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഗൈസ്, നട്ടുച്ചയ്ക്ക് ഇപ്പം കരിഞ്ഞു പോകും കേട്ടോ. നട്ടുച്ചയായപ്പോൾ ഒരു ആന കൊറിയർ ഓഫീസിൽ നിന്നൊരു വിളി. ഓക്കെ, 10,000-4,000 രൂപേൻ്റെ ഒരു കൊറിയർ വന്നിട്ടുണ്ട്. ഒരു സംഭവം നോക്കാം കൊറിയർ വണ്ടി. അപ്പം ഗൈസ്, അങ്ങനെ നമുക്ക് ആന മിസ്റ്ററി ബോക്സ് കിട്ടി. ഇനി നമുക്ക് ഈ മിസ്റ്ററി ബോക്സ് എന്താണെന്ന് നോക്കണമല്ലോ. എൻ്റെ അമ്മ നല്ല കാണാനുണ്ട്. ഏകദേശം ഒരു 4.5-5 കിലോ ഉണ്ടാവും. അപ്പം ഗൈസ്, അങ്ങനെ നമ്മുടെ ആന ബോക്സുമായിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് അൺബോക്സ് ചെയ്യാം. വാട്ട് ഈസ് മിസ്റ്ററി ബോക്സ്? ഒരു 4.5 കിലോ ഉണ്ടാവും. അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക മക്കളെ. നട്ടുച്ചയ്ക്ക് പക്കാ വെയിൽ, അപ്പാടെ ഉറാങ്ങൂട്ടാനെ പോലെയാ പോകും മോഹല്ലോ. സോ ഗൈസ്, ഇനി നമുക്ക് ഈ 4.5 കിലോ ഉള്ള സാധനം അൺബോക്സ് ചെയ്യാം. സോ എക്സൈറ്റഡ്. ഏകദേശം 4,500-5,000 രൂപ വരുന്ന സാധനം കേട്ടോ. എന്താണെന്ന് ഇതുവരെ ക്ലൂ ഇല്ല അല്ലേ? ഗസ് കമൻറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ നമുക്ക് നമ്മുടെ 4.5 കിലോ സാധനം അൺബോക്സ് ചെയ്യാം കേട്ടോ മക്കളെ. ഇന്ന് ഒരു സ്പെഷ്യൽ ഓഫർ സമയത്ത് മേടിച്ച്. യെസ്, ഇതെന്താണ്, എങ്ങനെ ഉപയോഗിക്കേണ്ടതെല്ലാം കാണിച്ചില്ല. എൻ്റെ പള്ളി. ഓ, ഇതാ മുതല് മക്കളെ, ഇതാ മുതല്. ഇത് നമ്മുടെ രണ്ടാമത്തെ സാധനം കേട്ടാ. സംഭവം ഞാൻ കാണിച്ചു തന്നിട്ട് പറഞ്ഞുതരാം. ഇത് എവിടുന്ന്, ഇന്ത്യൻ്റെ അങ്ങേ അറ്റത്തുനിന്ന് എവിടുന്നോ ഞാൻ സാധനം ഇറക്കിപ്പിച്ചതാണ്. ഫ്ലിപ്കാർട്ടോ ആമസോണോ ഒന്നുമല്ല. അമ്മേ, നമ്മുടെ ഒരു അമേരിക്കൻ ബ്രാൻഡിൻ്റെ ഒരു മാസ് ഗെയിനർ. എൻ്റെ പള്ളി. ഏകദേശം 4.5 കിലോ ഉള്ളത്. ഇതിന് 4.5 കിലോന് ഇങ്ങനെ റേറ്റ് വരുന്ന ഏകദേശം 4,500-5,000 രൂപേൻ്റെ മുകളിലുണ്ടായിരുന്നു. കഴിഞ്ഞ വാലൻറ്റൈൻ്റെ സമയത്ത് ഒരു സ്പെഷ്യൽ ഓഫർ വന്ന സമയത്ത് ഞാനങ്ങ് മേടിച്ചത്. നോക്കിയില്ല, എന്താ നമ്മുടെ ബ്രാൻഡ് വേണ്ട, നമ്മുടെ ഇമ്പോർട്ടഡ് സാധനമാണ്. എൻ്റെ അമ്മേ, ഇത് പിടിച്ച് പൊക്കിയാൽ തന്നെ ഏകദേശം മസിൽ കയറും കേട്ടോ. നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് തന്നെ ഫിൽട്ടർ ചെയ്ത് എടുത്ത് ഒരു രൂപം പൊടി പോലെ ആക്കിയിട്ട് കൊണ്ടുവരുന്നു. നമ്മളിത് കലക്കുന്നു, കുടിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നും ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് കുടിക്കുന്നതെന്നും കാണിച്ചു തരാം കേട്ടോ. വാ മക്കളെ, ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയ സാധനം മേടിക്കുന്നത്. നോക്കിയാൽ വില നോക്കിയേ, 5,499 രൂപ. 5,500 രൂപ തന്നെ മുതലായിരിക്കുന്നത്. ഇമ്പോർട്ടഡ് സാധനം, UK ഇറക്കിയതാട്ടോ സാധനം. എന്തൊക്കെയോ പ്ലസ് ക്രിയാറ്റിന്, ഗാലറി, ഡോപ്പ്, ഹൈ കാർബറേറ്റ്. വാവ്, ഇതെന്താ പാൽപ്പൊടിയാ? ഒരു 1.5-2 മാസം കൊണ്ട് ഇതങ്ങ് തീരും. ചിലവാണ് കേസ്. ഒരു ബോഡി ബിൽഡ് എന്നൊക്കെ പറയുമ്പം പൈസ ഉണ്ടെങ്കിലേ നമുക്ക് ബോഡി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കിയൊരു സത്യമാണ്. അല്ലാതെ കുറേ ചത്ത് വർക്കൗട്ട് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. നല്ല ഫുഡും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇത് ഉള്ളിലെത്തിയാൽ മാത്രമേ എന്തെങ്കിലും വരുള്ളൂ. അപ്പോൾ നമുക്കിത് കലക്കാം, കുടിക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഏകദേശം ഒരു ഷെയ്ക്കർ, അതിൻ്റെ ഉള്ളിൽ ഷെയ്ക്കാവുന്ന സാധനം ഇത് ഇട്ടിട്ടുണ്ട്. ഇതില്ല സ്കൂപ്പ് ഉണ്ടോ, ഇതുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ മുങ്ങിത്തപ്പയൊക്കെ കിട്ടും, പക്ഷേ മുങ്ങിത്തപ്പാൻ വയ്യാത്തതുകൊണ്ട് നമ്മുടെ പഴയതൊരു ചോക്ലേറ്റ് ഫ്ലേവറാണ്. ഇത് ഏകദേശം ബട്ടർ കുക്കീസാട്ടോ എടുത്തത്. അപ്പോൾ ഏകദേശം ഇതെങ്ങനെയാണ് നമ്മൾ ഇതാക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. അറിയില്ലെങ്കിൽ ഇതെങ്ങനെ എടുക്കാം. എൻ്റെ അമ്മ, ഇത് ആന ടേബിൾ സ്പൂണാണല്ലോ. ഇതെത്രയാടാ? ഇത്രയും പൈസ കൊടുത്ത് മേടിച്ച് ഒറ്റയടിക്ക് ഇത്രയും എടുക്കുന്ന കാണുമ്പോൾ ഒരു വിഷമാട്ടാ. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് നൈസായിട്ട് വാട്ടറിലോട്ട്. ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്ത ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളത്തിൽ കലക്കി കുടിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഒരുമാതിരി ചൊവ വരുന്നു. ഇത് അതുകൊണ്ട് തന്നെ ബട്ടർ കുക്കീസ് എടുത്തത്. നമ്മുടെ ജിം ട്രെയിനറും ബോസും പറഞ്ഞിട്ടാണ് ഈ സാധനം എടുത്തത്. പുള്ളിയാണിത് കണ്ടത്. അമേരിക്കൻ ബ്രാൻഡ് ആടാ, ഓഫർ പ്രൈസിന് കിട്ടിയതാണ്. ഈ മേടിച്ചില്ലേ നഷ്ടം. 4.5 കിലോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സാധനം ഇറക്കി. കാരണം ഞാൻ പറഞ്ഞാൽ അത്രത്തോളം ഫുഡ് കഴിക്കുന്നില്ല. അപ്പോൾ പ്രോട്ടീൻ എന്തെങ്കിലും ഇത് വന്നാലേ നമുക്ക് ബൾക്കിങ് ആവാൻ പറ്റും. മാസ് ഗെയിനർ എടുത്ത വേ പ്രോട്ടീൻ അല്ല, മാസ് ഗെയിനർ ആയതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് എടുത്തു എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമുക്ക് നൈസായിട്ട് ഇങ്ങനെ എടുക്കാം. ഇതിപ്പോൾ ഞാൻ നട്ടുച്ചയ്ക്ക് എടുക്കുന്നത്. ഇങ്ങനെയല്ല, ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ ആഫ്റ്റർ വർക്കൗട്ടിന് ശേഷം ഇതിങ്ങനെ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ അതുപോലെ നമ്മൾ മുട്ടയും ഫുഡും ഇറച്ചിയൊക്കെ ഡെയിലി കഴിച്ചാൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവാണ്, നമുക്ക് താങ്ങാൻ പറ്റില്ല. ഇങ്ങനെ കുറച്ച് നേരം ഷെയ്ക്ക് ചെയ്യാം.
ടേസ്റ്റ് മൂഞ്ചി പോയാൽ എനിക്ക് ഇൻട്രസ്റ്റ് അങ്ങ് പോകും. പക്ഷെ ഇത്രയും പൈസ മുടക്കിക്കൊണ്ട് എന്തായാലും കുടിക്കും. ഇപ്പോൾ കാണുമ്പോൾ ഏകദേശം ഒരു പാലും വെള്ളം കളിക്കുക പോലെയുണ്ട്. അത് നമുക്ക് ബട്ടർ കുക്കീസിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അതിനിടയ്ക്ക് ചില ഈ സാധനങ്ങൾ മരുന്ന് ചോദിക്കും. ഇംഗ്ലീഷ് മരുന്നിൻ്റെ ചോദ്യമില്ല, ചെറിയൊരു മരുന്ന് വരുന്നുണ്ട്. പക്ഷേ പിന്നെ ഇത് മാസ് ഗെയിനർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഷുഗറും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു മധുരവും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തായാലും സീനില്ല, നമുക്കിപ്പോൾ വേണ്ട ആവശ്യമുണ്ട്. പിന്നെ എൻ്റെ സ്വന്തം പൈസക്ക് 5500 രൂപ എൻ്റെ മുതലാണ്. അതുകൊണ്ട് എന്തായാലും വേസ്റ്റ് ചെയ്യൽ ഉറപ്പാണ്. എനിക്ക് വിചാരിച്ചത്ര ചവർപ്പൊന്നുമില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ ജിമ്മിൽ വർക്കൗട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ വലിയ വേ പ്രോട്ടീനോ അല്ലെങ്കിൽ മാസ് ഗെയിനറോ മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ അനീതിൻ്റെ ബർത്ത്ഡേ അതുപോലെ ജിം ബ്ലോഗിലും അവസാനം ഇതുപോലെ പ്രോട്ടീൻ ഷെയ്ക്ക് ഉണ്ടാക്കുന്നത്, അതായത് വീട്ടിൽ നട്ട്സും ബനാനയും ഓട്സൊക്കെ ഇട്ടിട്ട് നമ്മളൊരു ഷെയ്ക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൻ്റെ അവസാനം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജിമ്മിൽ പോകുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഒന്നെങ്കിൽ അങ്ങനത്തെ നമ്മുടെ ഐറ്റംസൊക്കെ ഇട്ടിട്ട് ഷെയ്ക്ക് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ മാസ് ഗെയിനറോ വേ പ്രോട്ടീനോ എന്തെങ്കിലും കൊടുത്ത് നമ്മുടെ ശരീരത്തിന് ഇങ്ങനെ പ്രോട്ടീൻസ് എത്തിച്ചാൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ വർഷങ്ങളോളം പോയിട്ട് ഒരു മാറ്റം ഇല്ലാത്തവരുണ്ട്. കാരണം ശരീരത്തിന് വേണ്ടത്ര പ്രോട്ടീൻ എത്തുന്നില്ല. ഇതൊക്കെ 5500 രൂപ കൊടുത്ത് മേടിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അഫോർഡബിൾ ആവില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ പ്രോട്ടീൻ ഡെയിലി 1000 കലോറീസൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഷെയ്ക്ക്, ഹോം മെയ്ഡ് ഷെയ്ക്ക് നമ്മൾ ആ കഴിഞ്ഞ വീഡിയോൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട്. ഇത് ചെക്കൗട്ട് ചെയ്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ എന്തായാലും ഇതിന് നമുക്ക് കലക്കി ഡെയിലി അടിക്കണം. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ച ഷെയ്ക്കില്ല, ആ ഷെയ്ക്കിൻ്റെ അവസാനം ഷെയ്ക്ക് അടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പൂൺ ഇതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഷെയ്ക്കിൻ്റെ ടേസ്റ്റും നട്ട്സിൻ്റെ ടേസ്റ്റും ഓട്സിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ മിക്സ് ആകുമ്പം എന്താ പറയുക, ഒരു അടിപൊളി ടേസ്റ്റ് ആവും. ആ ഷെയ്ക്ക് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ സിമ്പിളാണ്. ഒരു സ്കൂപ്പ് ഇതുപോലെ ഒരു ഓട്സ് എടുക്കുക, 2 സ്പൂൺ പീനട്ട് ബട്ടർ എടുക്കുക, ബനാന എടുക്കുക, നട്ട്സ് എടുക്കുക, കടല എടുക്കുക, അണ്ടിപ്പരിപ്പ് മുന്തിരി എടുക്കുക. ഇത്ര കാര്യങ്ങൾ മതി. ഇത് നൈസായിട്ട് ഇട്ടിട്ട് പാലുണ്ടെങ്കിൽ പാലും എടുത്ത് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ കറക്റ്റ് ഒരാഴ്ച അടിച്ച് കുടിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച അതിന് നിങ്ങളുടെ വെയിറ്റ് നോക്കിക്കോ, നല്ല കിടില റിസൾട്ട് ഉണ്ടാവും. ഓൾമോസ്റ്റ് എൻ്റെ 46 കിലോ ഒന്ന് ഇപ്പോൾ ഇന്നലെ 52 കിലോ ഉണ്ടായത്, 53 എടുത്ത്. അപ്പോൾ ഞാൻ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ 3 വീക്സ് കൊണ്ടാണ് അത്ര ആക്കിയത്. അപ്പോൾ ഈ സാധനം ഞാൻ ഡെയിലി അടിക്കുന്നുണ്ടായിരുന്നു. നല്ല മീൻസ് ഇതിൻ്റെ അത്ര എക്സ്പെൻസീവ് ഇല്ല, എന്നാലും നെറ്റ്സൊക്കെ മേടിക്കാൻ നല്ല പൈസ ഉണ്ട്. പക്ഷേ എന്നാലും പൈസ വേണമല്ലോ, അത് ഈ പരിപാടിക്ക് ഇറങ്ങരുത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഷേക്ക് നിങ്ങൾ അടിച്ച് കുടിച്ചാൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ പെട്ടെന്ന് ബൾക്കി ആവണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഫൈനൽ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് മാസ് ഗെയിനർ എടുത്തത് വേ പ്രോട്ടീൻ എടുക്കാത്തത് എന്താണെന്ന് വെച്ചിട്ട്, ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടുള്ള കുറച്ച് ബൾക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് കുറച്ചും കൂടെ സൈസ് പെട്ടെന്ന് കയറ്റാൻ. അപ്പോൾ പെട്ടെന്ന് ബൾക്കി ആവണമെന്നുള്ളവർക്ക് പെട്ടെന്ന് ആ മാസ് ഗെയിനർ തന്നെ വേ പ്രോട്ടീനെ കാണുന്നതല്ലേ. അല്ലെങ്കിൽ നമ്മൾ കുറേ കൂടെ സൈസായി ഒരു 10-65 കിലോ ആയി കഴിഞ്ഞിട്ട് കട്ടിങ്സ് ഒക്കെ വരാനാണെങ്കിൽ വേ പ്രോട്ടീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് പ്രോട്ടീൻ കൺസ്യൂം ചെയ്യാൻ പറ്റും. രണ്ട് പർപ്പസാണ്. നിങ്ങൾക്ക് എന്താണ്, തടി കുറയ്ക്കാനാണോ അല്ലെങ്കിൽ ബോഡി ഉണ്ടായിട്ട് അത് കട്ട് പോലെ ആക്കാനാണോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് പെട്ടെന്ന് ബൾക്കി ആവാനാണോ, അത് നിങ്ങളുടെ പർപ്പസ് ഉള്ളൂ. അതുകൊണ്ടാണ് ജിം ട്രെയിനറോട് വെച്ചിട്ട് പുള്ളി തന്നെയാണ് നീ ഇപ്പം മാസ് ഗെയിനർ ഉപയോഗിക്കുക, ഇത് ഏകദേശം തീരുമ്പോൾ തന്നെ നിനക്ക് കുറച്ചും കൂടെ റിസൾട്ട് കാണാനായിട്ട് പറ്റും. എന്നിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് എന്തെടുക്കണ്ടേ തീരുമാനിക്കാം. സോ മനുഷ്യന്മാർ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ മിക്സറി ബോക്സും ഐറ്റവും കേട്ടോ. എനിക്ക് എന്തായാലും ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 5500 രൂപ എൻ്റെ മുതല കയ്യിലിരിക്കുന്നതെന്ന് പറയുമ്പോൾ 4.5 കിലോ. ഡിപ്പെൻഡ് ഓൺ മണി. ഒരു ജിമ്മ് വർക്കൗട്ട് അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കൺസിസ്റ്റൻസി വേണം, ഡിസിപ്ലിൻ വേണം, എല്ലാം വേണം. പക്ഷേ മെയിനായിട്ട് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80% മണിയാണ് വേണ്ടത്. ബാക്കി 20% മാത്രമാണ് നമ്മുടെ ആഗ്രഹവും നമ്മുടെ വർക്കൗട്ടും എല്ലാം വരുന്നത്. ബാക്കി 80% മണിയാണ്. നമ്മൾ പൈസ ഇറക്കിയിട്ട് നല്ല പ്രോട്ടീൻ ആഹാരം കഴിക്കുക, പൈസ ഇറക്കിയിട്ട് നല്ല സപ്ലിമെൻറ്റ്സ് കഴിക്കുക. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ബോഡി ബിൽഡർ ആവാൻ പറ്റുള്ളൂ, നല്ലൊരു ബോഡി ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ കഴിഞ്ഞ 1 മാസത്തിൽ ഞാൻ പഠിച്ച കാര്യമാണ്. കാരണം ഇങ്ങനെ ചിലവുള്ള ഒരു പരിപാടി ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അത്ര പൈസ ഡെയിലി നട്ട്സ് അത് ഇതൊക്കെ മേടിച്ചിട്ട് പൊട്ടുന്നതിന് ഒരു കണക്കുമില്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഒരു ബോഡി ബിൽഡറേയും കളിയാക്കരുത്. പണ്ട് എനിക്കും പുച്ഛമായിരുന്നു അനുഭവം വന്ന്, അല്ലെങ്കിൽ ഒന്ന് കുറച്ച് ബൾക്കി ആവണമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവസ്ഥ ഞാൻ നന്നായി മനസ്സിലാക്കിയത്. നിങ്ങൾക്ക് മനസ്സിലാവില്ല, മനസ്സിലാണെങ്കിൽ നിങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങണം. സോ മച്ചാമാരെ എന്തായാലും ഐ ആം വെരി ഹാപ്പി. ഇത് ഏകദേശം തീരുമ്പോഴത്തേക്ക് റിസൾട്ട് എന്താണ് നമ്മുടെ റിയൽ സബ്സ്ക്രൈബേഴ്സിന് ഇനി ഓരോ ദിവസം കഴിയുമ്പോൾ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഏകദേശം 53 കിലോ ആക്കിയിട്ടുണ്ട്. കേട്ടു മക്കളെ. എന്തായാലും ഒരു 60, 62, 65 നമ്മുടെ ഒരു ഗോള്. ഇനിയൊരു ഞാൻ പറഞ്ഞൊരു 3 മാസം കൂടിയാണ്. അതിനുള്ളിൽ എന്തായാലും നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ഇറക്കി മാറ്റി നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ ഞാൻ വന്നിരിക്കും കേട്ടോ. സോ ജിം വ്ലോഗ്സും ഒരുപാട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഷോർട്സ് ഒക്കെ ആയിട്ട് ഡെയിലി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര തെറ്റാണ് മക്കളെ, കിഡ്നി അടിച്ചു പോകും, അതായതാണ്. ഇത്രയും വിവരമില്ലാത്തവരാണ് ഈ സമൂഹത്തിൽ നിന്ന്
മീൻസ് അറിവില്ല, അറിയാത്ത കാര്യത്തെപ്പറ്റി നമ്മൾ മിണ്ടാൻ പാടില്ല, അല്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ പോരെ. ഇത് ആക്ച്വലി എന്ന് പറയുമ്പോൾ നമുക്ക് ഫുഡിൽ നിന്നും ഇതുപോലെ പ്രോട്ടീൻ കിട്ടും. അപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റാത്തവർക്ക്, അല്ലെങ്കിൽ ഫുഡിൽ നിന്ന് ഡെയിലി പ്രോട്ടീൻ വേർതിരിച്ച് ശരീരത്തിന് കിട്ടുന്നില്ല എന്ന് ഉറപ്പുള്ളവർക്ക് ഇതുപോലത്തെ പാലിൽ പല പല സപ്ലിമെൻറ്റ്സ് നിന്നും പ്രോട്ടീന് വേറെ തിരിച്ചിട്ട് ഒരു പൗഡറുള്ള പൊടി പോലെ രൂപത്തിൽ നമുക്ക് കിട്ടുന്നു. അത് നമ്മൾ കലക്കി കുടിക്കുമ്പോൾ അതേ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കയറുന്നു. മനസ്സിലായോ? നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീന് ഭക്ഷണം കഴിക്കാൻ മടിയുള്ളവരും അല്ലെങ്കിൽ കറക്റ്റ് നമ്മുടെ ശരീരത്തിൽ കൺസ്യൂം ചെയ്യാൻ പറ്റാത്തവരും എന്താ പൗഡർ ആക്കിയിട്ട് പൈസൻ്റെ കുഴപ്പം, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് പ്രോട്ടീൻ മേടിച്ച് കഴിക്കുന്നു. അതായത് പൈസ കൊടുത്തിട്ട് ഭക്ഷണത്തിൽ കിട്ടുന്ന സെയിം സാധനം പൊടി രൂപത്തിൽ മേടിച്ച് കഴിക്കുന്നു. അത്രയേ ഉള്ളൂ. ഇതും വെച്ചിട്ട് ഒരു ഹെൽത്ത് ഇഷ്യൂസോ ഒന്നും വരത്തില്ല. ഒരു ബൾക്കിംഗ് ആവണമെങ്കിൽ ഇതൊന്നും ഇല്ലാതെ ഒരിക്കലും പറ്റുമില്ല. അല്ലാണ്ടാക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് കിട്ടുന്ന എല്ലാം കണ്ണും പൂട്ടി കുത്തി കയറ്റി തിന്നണം. കുത്തി കയറ്റി തിന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ 10 ഇരട്ടി റിസൾട്ട് വരും. എൻ്റെ കാര്യത്തിൽ ഞാൻ ഫുഡ് അത്രത്തോളം കഴിക്കാത്ത ഒരാളാണ്. മീൻസ് ഒരു ദിവസത്തെ ഒരു വട്ടമൊക്കെ വെറും ചോറിലൊന്നും ഒരു കാര്യമില്ല, കാർബോഹൈഡ്രേറ്റ് മാത്രം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എനിക്കൊന്നും ആകാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഈ കഷ്ടപ്പാടും മാസങ്ങളോളമുള്ള 2-3 മാസം ഞാനിങ്ങനെ ഇപ്പോൾ എല്ലാ പരിപാടി മാറ്റി വെച്ച് ഫുൾ ടൈം ജിമ്മിൽ തന്നെയാണ്. അപ്പോൾ ഒന്നും വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ടാണെങ്കിലും ഈ മുതലൊക്കെ ഇങ്ങനെ മേടിച്ച് വെച്ചേക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. എന്തായാലും നല്ല ഒറിജിനൽ ക്വാളിറ്റി സാധനമാണ്. ബ്ലാ 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 എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. സീനാട്ടാ. ഒറിജിനൽ സാധനം 5599 രൂപ. ഇതാ 1 സ്കൂപ്പ് എടുക്കുക, 300-350 വാട്ടലെടുക്കുക, നൈസായിട്ട് ഷെയ്ക്ക് ചെയ്യുക, ഡ്രിങ്ക് ചെയ്യുക. ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണെങ്കിലും മിക്സ് ചെയ്തിട്ടുള്ളത്. ഫ്ലിപ്കാർട്ടിൽ നിന്നൊന്നുമല്ല, ഡയറക്റ്റ് ഒരു സൈറ്റിൽ. എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ക്യാഷ് ഓൺ ഡെലിവറി ആയതുകൊണ്ട് തന്നെ സാധനം കിട്ടി, പവറായി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ഗെയിൻ എന്നുള്ള സാധനം ഉദ്ദേശിക്കുന്നതുകൊണ്ടാണ് മാസ് ഗെയിനർ എടുത്തത്. കുറച്ചും കൂടെ ബൾക്കി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേ പ്രോട്ടീൻ യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ആവശ്യം പോലെ. അപ്പോൾ ഈ ഒരു ബോട്ടിലും കൂടെ എന്തായാലും മാസ് ഗെയിനർ ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു റിസൾട്ട് കാണാൻ പറ്റും. ഇനി ഏകദേശം നമുക്കൊരു 10 കിലോൻ്റെ അടുത്ത് മാത്രമേ വേണ്ടൂ നമ്മുടെ ഒരു എയിമിലോട്ട് നമുക്ക് എത്തണമെങ്കിൽ. അത്യാവശ്യം ഞാൻ തന്നെ ഇതൊന്നും തന്നെ ഇല്ലാതെ ഏകദേശം ഒരു 5-6-7 കിലോ ഞാൻ ഉണ്ടാക്കി 20 ദിവസം 28 ദിവസം കൊണ്ട്. അപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ, കാരണം അത്രത്തോളം ഫുഡോ പ്രോട്ടീനോ അല്ലെങ്കിൽ മീനോ ഇറച്ചിയോ അങ്ങനെയൊന്നും ഞാൻ അധികം കഴിക്കാത്തതുകൊണ്ട് തന്നെ ഇതും കൂടി ഇല്ലെങ്കിൽ ഈ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ഉള്ളതും കൂടെ ഇല്ലാതാവുകയും ചെയ്യാം. അതാണ് പിന്നെ ഞാൻ കുറച്ചും കൂടെയൊക്കെ പൈസ എങ്ങനെ ശേഖരിച്ച് വെച്ചിട്ട് സേവ് ചെയ്ത് വെച്ചിട്ട് ഈ സാധനം മേടിച്ച് 5500 രൂപ മുതലെന്നൊക്കെ പറയുമ്പോൾ മുമ്പറത്ത തങ്ങളെ. സോ ഇപ്പോൾ എന്തായാലും മനുഷ്യന്മാർ നിങ്ങൾ ജിമ്മിന് പോകുന്നവരാണെങ്കിൽ എന്താണ് യൂസ് ചെയ്യുന്നതെന്നോ നിങ്ങളുടെ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സപ്ലിമെൻറ്റ്സ് ഇങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കും അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും തന്നെ അത് കാണുമ്പോൾ ഉറപ്പായിട്ടും തന്നെ യൂസ്ഫുൾ ആവുന്നതായിരിക്കും. സോ അപ്പോൾ എന്തായാലും ഇത്രയാണ് നമ്മുടെ മിസ്റ്ററി ബോക്സും അൺബോക്സും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇഷ്ടപ്പെട്ട ഉറപ്പാലത്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ റിസൾട്ട് എന്തായാലും ഞാൻ ഉടനെ നമ്മുടെ ചാനൽ ഇനി ഏകദേശം ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള ചാനൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുന്നവർക്ക് കാണാനായിട്ട് പറ്റും. ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ചെയ്തിരിക്കും ഉറപ്പായിട്ടും. ഏകദേശം ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ആരോ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ എന്ത് ചെയ്യട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാമല്ലോ. വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം.